ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നമ്മൾ മഹർ വാങ്ങാൻ പോയ ചെറിയ വിശേഷങ്ങളായിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. പിന്നെ എനിക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്തയും കൂടി പറയാനുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തം തന്നെ കാണാൻ നോക്കുക. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ മഹർ വാങ്ങാൻ പോകുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് പോകുന്നതാണ്. അപ്പോൾ ഉമ്മ വിളിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കിന്ന് മഹറൊക്കെ നോക്കാൻ വേണ്ടി പോവാം. ചെയിനെല്ലാം നമ്മൾ പറഞ്ഞ മോഡലെല്ലാം തീർക്കണമെങ്കിൽ പിന്നെ ഒരു 2 ആഴ്ചൻ്റെ ഗ്യാപ്പെല്ലാം വേണമല്ലോ. അപ്പോൾ ഇന്ന് പോവാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പെട്ടെന്ന് തന്നെ രാത്രിക്കുള്ള കറി ഒന്നാക്കി വെക്കലാന്ന്. എന്നാൽ പിന്നെ നമ്മൾ വന്നാൽ പിന്നെ എന്തെങ്കിലും പത്തില നെച്ചോറ് എന്തെങ്കിലും വെച്ചാൽ മതിയല്ലോ വെച്ചില്ല, പിന്നെ കറി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഞാൻ നേരത്തെ ആക്കി വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കറി വെക്കലാന്ന്. പിന്നെ ഫുഡ് തിന്നുന്ന കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പോകാൻ കഴിഞ്ഞാൽ പിന്നെ തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കറിയും വെച്ച് കിച്ചണെല്ലാം ഒന്ന് വൃത്തിയാക്കി നമ്മളൊന്ന് ഫ്രഷായിട്ട് പോകാൻ പോക്കാന്ന്. പിന്നെ എനിക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എൻ്റെ 4000 വാച്ച് അവർ കംപ്ലീറ്റായി. അപ്പോൾ നല്ല സന്തോഷമുണ്ട്. കാര്യം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്ര പെട്ടെന്നൊന്നും 4000 വാച്ച് അവർ ആവുമെന്നൊന്നും. കാര്യം ഞാനിപ്പോൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇടാൻ തുടങ്ങിയിട്ടാകാം 4 മാസം അത്രേ ആയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി. എന്താ പറയുക, ഞാനങ്ങനെ ആവുമെങ്കിൽ വാച്ച് അവർ കിട്ടുമെങ്കിൽ അങ്ങനെ തുടങ്ങിയതൊന്നല്ല. ഞാനിപ്പോൾ വീഡിയോ ഇടാണ്ട് നിന്നിട്ട് 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത് തുടങ്ങിയത്. അതെന്നെ പണ്ടെല്ലാം ഇട്ട വീഡിയോ കണ്ടിട്ട് നമ്മൾ പണ്ടിട്ട വീഡിയോ കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ നോക്കാൻ നല്ല രസമായിരിക്കില്ലേ. നല്ല പണ്ടത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഫോണിൽ നിന്നാണെങ്കിൽ ഡിലീറ്റായി പോവും. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചാൽ കുറേ കാലം കഴിഞ്ഞിട്ട് കാണാൻ അങ്ങനെ ഒരു രീതിക്ക് എടുക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ 4000 മണിക്കൂറെല്ലാം കഴിഞ്ഞാലും എനിക്ക് നല്ലൊരു ആത്മവിശ്വാസമുണ്ട്. നമ്മളെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റിയില്ലെങ്കിൽ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എനിക്ക് എൻ്റെ പോലെ വീഡിയോ ഇടുന്ന ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളെന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ നിർത്താനേ പാടില്ല. ആൾക്കാർ കളിയാക്കുന്ന ആൾക്കാർ കളിയാക്കിക്കോട്ടെ, പക്ഷേങ്കിൽ നമ്മളെ പാഷൻ എന്താണോ, നമുക്ക് വീഡിയോ എടുക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വ്യൂസൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഡെയിലി അങ്ങനെ വീഡിയോ ഇടുക. അപ്പോൾ നമ്മളൊരു 2-3 മാസം അല്ലെങ്കിൽ 1 കൊല്ലമൊക്കെ കഴിയുമ്പോൾ എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം എന്തായാലും കാണും. ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അതിന് ഗ്യാരൻറ്റിയാണ്. അപ്പോൾ ഇതാ പറഞ്ഞ് നമ്മളിപ്പോൾ ലുലുവിലെത്തിയിട്ടുണ്ട്. നമ്മൾ എന്ത് ഗോൾഡ് വാങ്ങുന്നുണ്ടെങ്കിലും ലുലുവിലേക്കാണ് വരുത്ത്. പിന്നെ കുറച്ചെല്ലാം മലബാറിലും പോകും. പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ കണ്ണൂരിലെ വേറെ ജ്വല്ലറിയിലൊന്നും നമ്മൾ പോക്കില്ല. വാങ്ങുന്നുണ്ടെങ്കിൽ അധികം ലുലുവിൽ തന്നെയാണ് വരിക. ഇതാ ഫസ്റ്റ് തന്നെ നമ്മൾ മഹർ നോക്കലാന്ന്. അപ്പോൾ മഹർ നമ്മളിതാ ഇതുപോലെ ചെയിനാണ് നോക്കുന്നത്. കാര്യം ഉമ്മ പറഞ്ഞു ചെയിൻ വാങ്ങാം, മറ്റേ മാലയാകുമ്പോൾ അങ്ങനെ സ്ഥിരം കെട്ടാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ഉമ്മാൻ്റെ നല്ല നിർബന്ധത്തിൽ നമ്മൾ ചെയിൻ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഒരുപാട് ചെയിൻ ഇങ്ങനെ മോഡലെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അനിയത്തിയ ഒരു മോഡൽ ഇങ്ങനെ അവൾ ഫോണിൽ സേവ് ആക്കി വെച്ചിനേനും ലോക്കറ്റും ചെയിനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് തീർക്കാൻ കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് 2 ആഴ്ചയൊക്കെ കഴിയുമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അവൾക്ക് കൊടുക്കാനുള്ള ബ്രേസ്ലെറ്റും വളയെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ ലോക്കറ്റ് ചെയിനിന് വേണ്ടുന്ന ലോക്കറ്റും കൂടി നോക്കിന്. അതൊക്കെ കഴിഞ്ഞ് അവിടെ സാധനമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചെയിനും ലോക്കറ്റും ഒന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ 2 ആഴ്ച കഴിഞ്ഞാലേ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള സ്വർണ്ണമൊക്കെ അന്നേരം എടുക്കാമെന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മുടെ ഒരു വായി നോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് ഈ ചെയിന് വല്ലാണ്ട് ഇഷ്ടമായി, പക്ഷെ വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഗോൾഡൊക്കെ നോക്കി തിരിച്ച് വീട്ടിലേക്ക് പോക്കാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.